അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മദീനയിൽ നിന്ന് മരണപ്പെട്ടു പോയ മീന ഫരീദ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ അനുഭവം. ആരോരും ഇല്ലാത്ത ഉമ്മ, ഭർത്താവില്ല, മക്കളില്ല, കുടുംബക്കാർ അത്ര വലിയ പരിഗണന കൊടുക്കുന്നില്ല, വീട്ടിൽ വലിയ ഭാരമാണ്, പ്രയാസമാണ് ആ ഉമ്മ ഉണ്ടാവുന്നത് കൊണ്ട്. പക്ഷേ ആ ഉമ്മ അങ്ങനെ മദീനയിലെത്തുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. അവിടുന്ന് ആ ഉമ്മയുടെ ജനാസ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്നല്ല, എവിടെ നിന്നൊക്കെയോ വന്ന ഏതൊക്കെയോ ആളുകൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ ഉമ്മയുടെ ജനാസ സ്വീകരിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന ആ ഒരു നല്ലൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് പരിശുദ്ധ മദീനയിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും മരണസമയത്ത് അവിടെ എത്തണം, അവിടെ വെച്ച് മരണപ്പെടണം. ഖിയാമത്ത് നാളാവുമ്പോൾ ദജ്ജാലിൻ്റെ ഫിത്തിനൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ മദീന. അപ്പോൾ ആ ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ് നമ്മൾ അന്തിയുറങ്ങാൻ ആഗ്രഹിക്കുന്നത്. ആ ഉമ്മ ഇന്ന് അന്തിയുറങ്ങുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ്, ജന്നത്തുൽ ബഖയിലാണ്. ധാരാളം സഹാബിമാരുണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അങ്ങനെ അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സഹാബികളൊക്കെ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ ചാരത്ത് ഒന്ന് കിടന്നുറങ്ങുക എന്നുള്ളത്, അവസാന ഉറക്കം അവിടെ ആവുന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. അങ്ങനെ ആ ഉമ്മ മദീനയിലെത്തുകയാണ്. മീന ഫരീദ എന്ന് പറയുന്ന എറണാകുളംകാരിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങളൊന്നും അത്ര അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുടെ പരിചയമുള്ള കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഉമ്മ ജീവിതത്തിൽ ചെയ്ത എന്തോ ഒരു നന്മയാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ ആ ഉമ്മയ്ക്ക് കാരണമായത് എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തും. ആ ഉമ്മയുടെ ജനാസയ്ക്ക് വേണ്ടി അവിടെ ഭയങ്കര തിക്കും തിരക്കും കൂട്ടുന്ന ഒരവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉമ്മയെ നാട്ടിൽ ആർക്കും വേണ്ട. ഉമ്മ വീട്ടിൽ തന്നെ വലിയ ഭാരമാണ്, ഭർത്താവില്ല, മക്കളില്ല, അങ്ങനെ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതും ഒരു ചെറിയ കുടിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആ ഉമ്മ ആരുടെയൊക്കെയോ സഹകരണത്താൽ അങ്ങനെ മദീനയിലെത്തുകയാണ്. മദീനയിലെത്തിയിട്ട് അവിടെ വെച്ചാണ് ആ ഉമ്മ മരണപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, പണമുള്ളവനെ പരിഗണിക്കുകയും അതുപോലെ നല്ല വസ്ത്രം ധരിച്ചവനെ മാത്രം പരിഗണിക്കുകയും നല്ല വീടുകളുള്ള ആളുകളെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. അത് സമൂഹത്തിൻ്റെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് നമ്മുടെ നാട്ടിൽ പല നാടുകളിലും നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ ആ ഉമ്മ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആർക്കും വേണ്ടാത്ത, എല്ലാവർക്കും ഭാരമായി മാറിയ വീട്ടുകാർക്ക് പോലും ആ ഉമ്മ വലിയ ഭാരമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ ഉമ്മ നീങ്ങിപ്പോയിരുന്നത്. പക്ഷേ ആ ഉമ്മ ചെയ്ത എന്തോ ഒരു വലിയ നന്മ എന്ത് ചെയ്തു, അല്ലാഹു തആല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആ ഉമ്മയുടെ മയ്യത്ത് സ്വീകരിക്കാൻ മദീന പള്ളിയിൽ മസ്ജിദ് നബവിക്ക് ചാരെ എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചല്ലോ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് നമുക്ക് സ്വർഗമുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഉമ്മയോട് പൊരുത്തം കിട്ടാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള മെയിൻ കീ എന്നുള്ളത് ഉമ്മയുടെ പൊരുത്തം തന്നെയാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടായിരിക്കും മടങ്ങുക എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് മക്കളെന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താ, ചേ എന്നൊരു വാക്കുപോലും ഉമ്മമാരോട് നമ്മൾ പറയാൻ പാടില്ല. എനിക്കാവൂല, എനിക്ക് കഴിയൂല, ഇങ്ങനെയുള്ള ഒരു വാക്കുകളും നമ്മൾ അവരോട് പറയാൻ പാടില്ല. നമ്മൾ എത്ര വലുതായാലും, നമ്മൾ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും, നമ്മൾ വലിയ പദവിയുള്ളവനായാലും, സമൂഹത്തിൽ വലിയ വിലയുള്ളവനായാലും, നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മുടെ ഉമ്മയാണ്. എന്നെ പ്രസവിച്ചതും അതുപോലെ എനിക്ക് ഭക്ഷണം തന്നതും എന്നെ വളർത്തിയതും എനിക്ക് വേണ്ടിയുള്ള എല്ലാ തർബിയത്തും ചെയ്തത് എൻ്റെ ഉമ്മയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇവിടെ ഈ ഉമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. എന്നിരുന്നാലും അങ്ങനൊരു മക്കൾ ഉണ്ടായിട്ട് ആ മക്കൾ ഉപേക്ഷിച്ചു പോയതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ ഒരു ഫലം അനുഭവിച്ചിട്ടേ ആ മക്കളൊക്കെ മടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഉപ്പമാർക്ക്, മാതാപിതാക്കൾക്കൊക്കെ നല്ല ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.